വാശി പിടിച്ചതും അതുകൊണ്ട് തന്നെ. ആദ്യത്തെ സിനിമ ചെമ്പിൽ ജോണിൻ്റെ നാടൻ പെണ്ണെന്ന് പറഞ്ഞൊരു കഥയായിരുന്നു. അത് എടുക്കാനുള്ള കാരണം, ഞാൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തിരുന്ന അസോസിയേറ്റഡ് പ്രൊഡക്ഷൻസിൽ ചെമ്പിൽ ജോണിനെ വരുത്തി ഒരു കഥയുടെ കാര്യം സംസാരിച്ചു. പക്ഷെ ആ കഥ സിനിമയ്ക്ക് എടുത്തില്ല. അങ്ങനെ കഥ സംസാരിച്ച കൂട്ടത്തിൽ ചെമ്പിൽ ജോൺ പറഞ്ഞൊരു കഥയാണ് ഈ നാടൻ പെണ്ണ്. അപ്പോൾ അത് എനിക്ക് തിരക്കേടില്ലാതെ തോന്നി. ആ കാലഘട്ടത്തിലാണ് ഞാൻ അവിടുന്ന് പിരിഞ്ഞ് സ്വന്തം കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ സ്വന്തം കമ്പനി സ്ഥാപിക്കാൻ പ്രത്യേക കാരണമുണ്ട്. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ മിസ്റ്റർ വാസുവിന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വന്നപ്പോൾ ഓരോരുത്തരൊക്കെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പിരിഞ്ഞു പോയി ഞാൻ കമ്പനി തുടങ്ങി. തുടങ്ങിയപ്പോൾ ആ കമ്പനി തുടങ്ങിയതിൽ അങ്ങേർക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് നന്മ എന്തെങ്കിലും കിട്ടുന്നതിൽ അങ്ങേർക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ചെമ്പിൽ ജോണിനെ കൊണ്ട് ആ കഥയെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെമ്പിൽ ജോണെ വരുത്തി സ്റ്റോറി എഴുതിച്ചു. അത് എഴുതി ആ സിനിമ എടുത്തു. ആ സിനിമ റിലീസായി. ഞാൻ ഈ പടത്തിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കേരളത്തിലേക്ക് പോന്നു. അപ്പോൾ രണ്ടാമത്തെ പടമായിട്ട് എടുക്കാനായിട്ട് അന്ന് പ്ലാൻ ചെയ്തത് തോപ്പിൽ ഭാസിയുടെ കഥയാണ്. തോക്കുകൾ കഥ പറയുന്നു. അതങ്ങനെ എൻ്റെ അടുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ അങ്ങനെയും വിളിച്ച് തിരിച്ചു പോരാന്ന് വിചാരിച്ചാൽ പോകുന്നത്. അങ്ങനെയും വിളിച്ച് തിരിച്ചു പോന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ മദർ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാനും വരുന്നുണ്ടടാ മദ്രാശിക്ക് എൻ്റെ കൂടെ, നീ കാറിലല്ലേ പോണേ, ഞാൻ എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. മദറിനുള്ള ആദ്യമായിട്ട് മദ്രാസിലേക്ക് എൻ്റെ കൂടെ വരുമല്ലേ വിചാരിച്ച് ഞാൻ സന്തോഷിച്ച് കോട്ടയത്ത് ചെന്ന് മദറിനെ പിക്കപ്പ് ചെയ്ത് ഞങ്ങൾ കോട്ടയം വഴി മദ്രാസിലേക്ക് പോന്നു. ഇവിടെ ചിങ്ങൽപ്പെട്ട് എത്താറായപ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടായി. ആ മഴയത്ത് റോഡിൽ ചിങ്ങൽപ്പെട്ടിനവിടെ എത്തിയപ്പോൾ റോഡിൽ വണ്ടി സ്കിഡായി. ഒരു അംബാസഡർ കാറായിരുന്നു. സ്കിഡായി തകടം മറിഞ്ഞ് കവണം കുത്തി എന്ന് പറയും തൃശ്ശൂർ ഭാഷയിൽ. കവണം കുത്തി മറിഞ്ഞ് 4 ചക്രവും മുകളിലായി കിടക്കുന്നു. ഞങ്ങൾ 4 പേരുണ്ട് വണ്ടിയിൽ. ഞാൻ, അമ്മച്ചി, തോപ്പിൽ ഭാസി ഡ്രൈവർ. വണ്ടി മലന്ന് കിടക്കുമ്പോൾ മലന്ന് കിടക്കുന്ന വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു എല്ലാവരോടും, എങ്ങനെയുണ്ട്. ആർക്കും ഒന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും വണ്ടി മലന്ന് കിടക്കണു, നിന്നു. ഡോറ് തുറന്നു വന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങി. 4 പേര് 4 വഴിക്ക് ഇറങ്ങി. പുറകിൽ ഒരു ലോറി വന്നിരുന്നു. അവർ വന്ന് കാറ് മറിച്ചിട്ട് സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ആ വണ്ടി തന്നെ ഞങ്ങൾ മദ്രാശി വരെ പോകുന്നു. അത് മഹാ അത്ഭുതമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നത്. ഒരു വണ്ടി ഡാമേജായി എങ്കിലും ആ വണ്ടി തന്നെ മദ്രാസ് വരെ എത്തി. കഥകളുടെ വസന്തമായിരുന്നു മഞ്ഞിലാസിന്റെ സിനിമകൾ. ആ വസന്തം നിലനിർത്താൻ മലയാളത്തിലെ ഹൃദയകാരികളായ സാഹിത്യകൃതികളെ തേടി നടക്കുകയായിരുന്നു എം.ഒ. ജോസഫ്. തകഴി, മലയാറ്റൂർ, പാറപ്പുറം, തോപ്പിൽ ഭാസി, A.T. കോവൂർ തുടങ്ങി മലയാളത്തിന്റെ എത്രയെത്ര അനുഗ്രഹീത കഥാകാരന്മാരുടെ രചനകൾ മഞ്ഞിലാസ് ദൃശ്യചാരുതയോടെ വെള്ളിത്തിരയിലെത്തിച്ചു. അവയെല്ലാം ജീവിതത്തിന്റെ നേർസാക്ഷ്യങ്ങളായ സിനിമകളായിരുന്നു. ഓരോ ട്രിപ്പും കേരളത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നാഷണൽ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് 3-4 പുസ്തകം വാങ്ങിക്കും. അതിനകത്ത് ഡെഫിനറ്റായിട്ട് 1-2 സിനിമയാക്കും. അങ്ങനെ എടുത്തതല്ല. പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി. വീട്ടിൽ നോവലിസ്റ്റ് അവർ നോവൽസ് തരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ നോവൽസാണ് പിന്നെ എടുത്ത്. കഥയുണ്ടാക്കിയത് വളരെ കുറവാണ്. സിനിമയ്ക്ക് വ്യാകരണം ചമയ്ക്കാൻ കഴിവുള്ള പ്രതിഭാധനരായ സംവിധായകരെയും കഥാകാരന്മാരെയും അഭിനേതാക്കളെയും മാത്രമല്ല, സമസ്ത മേഖലയിലും കഴിവുറ്റവരെ തന്നെ അണിനിരത്തുവാൻ എം.ഒ. ജോസഫ് എന്ന നിർമ്മാതാവ് മിടുക്കുകാട്ടി. തന്റെ സിനിമകൾ അതിമനോഹരമായി അണിയിച്ചൊരുക്കപ്പെടണമെന്ന്
ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഭാവസാന്ദ്രമായ ഗാനങ്ങൾക്ക് സംഗീതത്തിന്റെ മധുരിമ ശ്രുതി ചേർക്കണമെന്നും ഇദ്ദേഹം ആഗ്രഹിച്ചു. മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ മുങ്ങി മാറ് മറയ്ക്കാതെ. വയലാർ ദേവരാജൻ ടീം ഞാൻ രംഗത്ത് വന്നതിന് ശേഷം വന്ന ടീമാണ്. പക്ഷെ അവർ എൻ്റെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം എന്നോട് വലിയ ബഹുമാനമായിരുന്നു രണ്ടുപേർക്കും. വയലാറിനൊക്കെ ജീവനായിരുന്നു. അത് ഞാനും അവരങ്ങനെ സ്നേഹിച്ചിരുന്നു. അവര് രണ്ടുപേരും റേറ്റ് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. നമ്മൾ കൊടുക്കുന്നു വാങ്ങിക്കും. ആ കാലമൊക്കെ ഞാൻ ഓർക്കുക, ഇപ്പം അതൊക്കെ സാധിക്കുമെന്ന്. വയലാർ ദേവരാജൻ ടീമിന് അങ്ങനത്തെ ഒരു ടീമിനെ നമ്മൾ കൊടുക്കുന്നു വാങ്ങിക്കുന്ന ടീമെന്ന് പറഞ്ഞാൽ പാട്ട് ഉണ്ടാക്കി അവർ പാടി നമ്മൾ റെക്കോർഡ് ചെയ്യും. അത് ഒരു ട്യൂൺ ഇടാൻ പറഞ്ഞാൽ ദേവരാജൻ ഒരു ട്യൂണിടും, ചിലപ്പോൾ 3-4 ട്യൂണിടും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പറയും. ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ 4 ട്യൂൺ 3 ട്യൂൺ ഇട്ടിട്ട്